ഇനി കുറച്ച് ഹെയർ കെയർ ഒക്കെ ആവാമല്ലേ. ഇനിയും ഹെയർ കെയർ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ എൻ്റെ കയ്യിൽ നിന്ന് പോകുന്നുള്ളൊരവസ്ഥയിലാണ് കേട്ടോ ഞാനിപ്പോൾ നിൽക്കുന്നത്. അത്രയ്ക്ക് മുടി കൊഴിച്ചിൽ ഭീകരമായിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ കുറച്ച് കൺട്രോൾ ചെയ്ത് കൊണ്ടുവരുന്നു. ഹായ് ഹലോ, വെൽക്കം ടു അവർ ചാനൽ. അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾക്ക് ആദ്യം പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ഹെയർ കെയറിൻ്റെ വീഡിയോ ആണ്. ഇന്ന് ഹെയർ ഓയിലിംഗ് ആണ് ഞാൻ ഇന്ന് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ വൺസ് ഇൻ എ വീക്കാണ് ഹെയർ ഓയിലിംഗ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പ്രോപ്പർലി ഹെയർ ഓയിൽ ചെയ്യുന്ന ഒരാളൊന്നും അല്ല ഞാൻ. പക്ഷേ ഹെയർ ഒരുപാട് കൊഴിയുന്നു, ഒരുപാട് ഡാമേജ് ആവുന്ന ഈ സിറ്റുവേഷനിൽ ഇനിയും ഹെയർ കെയറും ഓയിലിങ്ങും ഒന്നും പറ്റത്തില്ല എന്നായിട്ടുണ്ട്. വീണ്ടും ഞാനൊരു +2 കാലഘട്ടത്തിലോട്ട് പോവുകയാണ്. അന്നൊക്കെയാണ് ഇങ്ങനെ ഞാൻ ഹെയർ കെയർ ചെയ്തുകൊണ്ടിരുന്നത്. അന്ന് മുടി ഭയങ്കരമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ചെടയൊക്കെ കളഞ്ഞ് മുടിയൊക്കെ ക്ലീൻ ചെയ്യാണ്ടാവും. അപ്പം ഞാൻ എങ്ങനെയാണ് ചെട കളയാറ്, ആദ്യം അറ്റത്തുനിന്ന് ചീകിയിട്ട് അങ്ങനെയാണ് ഞാൻ ഹെയർ ചെട കളയുന്നത്. അപ്പോൾ ചെടയൊക്കെ കളഞ്ഞ് വൃത്തിയാക്കിയിട്ട് ഞാൻ നമുക്ക് ഹോട്ട് ഓയിൽ മസാജാണ് ചെയ്യുന്നത് കേട്ടോ. ഇത് ഞാൻ പണ്ട് എവിടെയോ ഒരു വനിതയിൽ വായിച്ചിട്ടാണ് ഞാനിത് ഫസ്റ്റ് ടൈം ചെയ്യുന്നത്. അതൊരു 10-16 വയസ്സുള്ളപ്പോഴാണ് ഞാൻ ഫസ്റ്റ് ആയിട്ട് ഇത് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം കുറച്ച് വെള്ളം ചൂടാക്കി എടുക്കുക. വെട്ടി തിളപ്പിക്കേണ്ടെങ്കിൽ സാമാന്യം ചൂട് വേണം. അതിനോട്ട് നമുക്ക് ആവശ്യമുള്ള ഓയിൽ ഒരു പാത്രത്തിൽ ഒഴിച്ചിട്ട് നമ്മൾ ഏത് എണ്ണയാണോ തേക്കുന്നത് അത് നമുക്ക് അതിനകത്തോട്ട് വെച്ച് കൊടുക്കാം. അപ്പോൾ ഒരുപാട് തിളപ്പിക്കേണ്ട വെള്ളം കേട്ടോ. അപ്പോൾ നമുക്ക് എണ്ണ ചൂടായിട്ട് നമ്മുടെ തലയോട്ടിക്ക് താങ്ങാൻ പറ്റുന്ന ഒരു ചൂട് മാത്രമേ ഓയിലിനുണ്ടാവാൻ പാടുള്ളൂ. അപ്പോൾ വെള്ളത്തിനും അത് കണക്കുള്ള ചൂടേ പാടുള്ളൂ. അപ്പോൾ അത് നമുക്ക് വിരലിൻ്റെ തുമ്പ് വെച്ചിട്ട് നന്നായിട്ട് തൊട്ട് എല്ലാ ഭാഗത്തും നല്ലതായിട്ട് തേച്ച് കൊടുക്കുക. അപ്പോൾ ഇതിങ്ങനെ ചെയ്യുമ്പോൾ ഉള്ളൊരു പ്രയോജനം എന്ന് വെച്ചാൽ, ഞാൻ അന്നൊന്നും എനിക്കങ്ങനെ താരനോ അങ്ങനെ സംഭവങ്ങളൊന്നുമില്ല. പക്ഷേ ഒരുപാട് തിക്നെസ് ഉണ്ടായിരുന്നു ആ സമയത്ത് മുടിക്ക്. അപ്പം ചില ഇടയ്ക്കൊക്കെ ഒന്ന് താരൻ്റെ ഒരു ഇത് വരുമായിരുന്നു. അപ്പം ഞാൻ ഒരു ദിവസം ആഴ്ചയിൽ ഏതെങ്കിലും ഒരു ദിവസം ക്ലാസ് ഇല്ലാത്തപ്പോഴോ ഒക്കെ ഇതുപോലൊക്കെ എണ്ണ ചൂടാക്കിയിട്ട് തേക്കും. അത് അന്ന് ഞാൻ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ അപ്പം തന്നെ ഇത് മാറുകയും ചെയ്യുമായിരുന്നു. പിന്നെ വേറൊരു അന്ന് ചെയ്യുന്ന ഒരു നമ്മുടെ ആ രീതിയിലൊന്നും ഞാൻ ഇപ്പം മുടിയെ കെയർ ചെയ്യാറോ ഫോളോ ചെയ്യാറോ അന്ന് ഞാനല്ല. എൻ്റെ മുടി നോക്കിക്കൊണ്ടിരുന്നത് എൻ്റെ അമ്മയാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഗുണം എൻ്റെ മുടിക്ക് അന്നുണ്ടായിരുന്നു. ഒരുപാട് തിക്നെസ് ഉണ്ടായിരുന്നു എൻ്റെ മുടിക്ക്. ഇപ്പോഴും നീളം ഭയങ്കരമായിട്ട് വെക്കും കേട്ടോ. നീളം ഞാൻ വെട്ടിയാലും പെട്ടെന്നാണ് എനിക്ക് നീളം ഉണ്ടാകുന്നത്. പക്ഷേ ഉള്ളു തീരെ കുറഞ്ഞാണ് വരുന്നത്. അപ്പം ഞാൻ ഹോസ്പിറ്റലിലൊക്കെ പോയി മരുന്നൊക്കെ കഴിക്കാൻ തീരുമാനിച്ചിട്ട്, പക്ഷേ എനിക്ക് മരുന്ന് കഴിക്കാൻ ഒട്ടും പറ്റില്ല. അതുകൊണ്ട് ഞാൻ മരുന്ന് വാങ്ങിച്ച് ഇവിടെ കൊണ്ടുവച്ച് ബ്ലഡ് ടെസ്റ്റിനും എഴുതി തന്നിട്ട് ഞാൻ അതും എടുത്തില്ല കേട്ടോ. പക്ഷേ ഒരു ഇതെന്ന് വെച്ചാൽ ഞാൻ നമ്മുടെ ഭക്ഷണ കാര്യത്തിൽ കുറച്ച് മാറ്റങ്ങൾ വരുത്തിയപ്പോൾ തന്നെ എൻ്റെ മുടിയുടെ പകുതി പൊഴിച്ചിൽ കുറഞ്ഞിട്ടുണ്ട്. നേരെ പകുതിയായിട്ട്. മറ്റേത് ഞാൻ എപ്പോൾ തൊട്ടാലും മുടിയിൽ നിന്ന് ഇങ്ങനെ അത് ഭയങ്കര വരെ ഉണ്ട പോലക്ക് നമുക്ക് അത്ര മുടി പൊഴിഞ്ഞു വരുമായിരുന്നു. ഇപ്പം കുറച്ച് ഭക്ഷണ കാര്യങ്ങളിലൊക്കെ മാറ്റം വരുത്തിയപ്പോൾ തന്നെ കുറേ എനിക്ക് മാറ്റങ്ങളുണ്ട്. ഹെയറിന് നല്ല ഉണക്ക് ചേഞ്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനിയും ബ്ലഡ് ടെസ്റ്റും എടുക്കണം കേട്ടോ. അത് ചെയ്യണ്ടെന്നല്ല, അതും ചെയ്യണം എനിക്ക്. എല്ലാ ഭാഗത്തും തലയോട്ടിൽ ഫുള്ള് എണ്ണ ഞാൻ തേച്ച് കഴിഞ്ഞിട്ട് പിന്നെ ബാക്കിയുള്ള എണ്ണ പുറമേയുള്ള മുടിയിലും തേച്ച് കൊടുക്കും. തുമ്പ് വരെയും ഞാൻ തേച്ച് കൊടുക്കും. അതിനുള്ള എണ്ണ ഞാൻ ആഴ്ചയിൽ ഒരു ദിവസം അല്ലെങ്കിൽ 2 ആഴ്ച കൂടുമ്പോഴാണ് എണ്ണ തേക്കുന്നത് കൊണ്ട് തന്നെ ഇത്തിരി കൂടുതൽ എണ്ണ ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പം ഞാൻ ആഴ്ച 2 ദിവസം എന്തുവല്ലം തേക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ ആഴ്ച ഒരു ദിവസം ആയിരുന്നു, 2 ആഴ്ച ഒരു ദിവസമായിരുന്നു. അങ്ങനെ പിന്നെ എനിക്ക് മുടി തോന്നുമ്പോഴൊക്കെയാണ്. ഞാൻ മുടി ചീകാറില്ലായിരുന്നു. എവിടെയെങ്കിലും പോകുമ്പോൾ മാത്രമാണ് ഞാൻ മുടി ചീകി ചെട കളഞ്ഞുകൊണ്ടിരുന്നത്. അതൊന്നും അല്ല. നമ്മൾ മുടി ചീകി ചെട കളഞ്ഞ് നീറ്റാക്കി എപ്പോഴും വെക്കണം. അങ്ങനെയൊക്കെയാണ് എൻ്റെ മുടി കൂടുതൽ പോയത്. മുടി ശ്രദ്ധിക്കാണ്ടായപ്പോഴാണ് മുടി പോയത്. പിന്നെ വെള്ളം മാറിയപ്പോൾ ഡോക്ടർ പറഞ്ഞ ആദ്യത്തെ കാര്യം ഇതാ, വെള്ളം മാറിയപ്പോഴാണ് നന്നായിട്ട് പോയെന്ന്. അപ്പോൾ ഞാനൊരു മസാജ് ചെയ്ത് കുറച്ച് സമയം അധികം ഞാൻ മസാജൊക്കെ കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാൻ കെട്ടി വെച്ചിട്ട് കുറച്ച് പണികളൊക്കെ ചെയ്തിട്ട് വന്നിട്ട് പിന്നെ വീണ്ടും നമ്മൾ അതേപോലെ കുറച്ച് വെള്ളം ചൂടാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് നമുക്ക് തലയിൽ ആവി കൊള്ളിക്കുക എന്ന് പറയും. പണ്ട് ഞാനിത് എണ്ണ ചൂടാക്കി തേച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എൻ്റെ പുറമെ ആവി കൊള്ളുക കേട്ടോ. ഇതുപോലൊക്കെ നല്ല കട്ടിയുള്ള ഒരു തോർത്തോ ടവലോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത്. അപ്പോൾ എൻ്റെ കയ്യിൽ അതില്ലാത്തത് കൊണ്ട് ഞാൻ ചേട്ടൻ്റെ ടീഷർട്ടാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ പൊതുവേ എന്താവശ്യം വന്നാലും ചേട്ടൻ്റെ കബോർഡിനകത്ത് അടിച്ചിട്ട് കിട്ടുന്ന ഒരു പഴയ ടീഷർട്ട് നോക്കി ഞാൻ എടുത്തിട്ടുണ്ട്. അതൊന്ന് മുക്കി ആ ചൂടുവെള്ളത്തിൽ പിഴിഞ്ഞിട്ട് നമ്മുടെ തലയിൽ നന്നായിട്ടത് കെട്ടി വെക്കുക. ആ ചൂട് പോയി കഴിയുമ്പോൾ വീണ്ടും 2ാം റൗണ്ടും ആ വെള്ളത്തിന് ഞാനൊരു 3 വട്ടം ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും വെള്ളം തണുത്തിട്ടുണ്ട്. അത്ര വലിയ തിളച്ച് വെള്ളമല്ലല്ലോ എടുക്കുന്നത്. അതുകൊണ്ട് അങ്ങനെ 3 റൗണ്ട് ഞാൻ അതുപോലെ മുക്കി പിഴിഞ്ഞിട്ട് ആവി. അപ്പോൾ നമ്മുടെ തലയ്ക്ക് നല്ലൊരു ഫ്രഷ്നെസ്സാണ് കേട്ടോ. നമ്മുടെ തലയോട്ടിയിലും മുടിക്കും ഒക്കെ നമുക്കൊരു പുതുമയോ നമുക്കൊരു ഫ്രഷ്നെസ് ഫീൽ ചെയ്യും. അതാണ് ഏറ്റവും. അപ്പോൾ അങ്ങനെ 3 വട്ടം ചുറ്റിയിട്ട് അതിങ്ങനെ ഇത്
ഷർട്ടായതുകൊണ്ട് തന്നെ ഇതിങ്ങനെ ഭയങ്കര ടീഷർട്ട് ആയതുകൊണ്ട് ഭയങ്കര വെയിറ്റ് ആയതുകൊണ്ട് ഇത് ഊരി പെട്ടെന്ന് പോകും കേട്ടോ. എങ്കിലും ഞാനതങ്ങനെ പിടിച്ചിട്ട് അങ്ങനെ വെച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ടവലാകുമ്പോൾ കറക്റ്റിന് ഇരിക്കും. അങ്ങനെ ആവികളെല്ലാം കഴിഞ്ഞ് നമുക്ക് നേരെ ചെമ്പരത്തിയുടെ കുറച്ച് ഇല പിച്ചാം. പൂവില്ലായിരുന്നു കേട്ടോ, അപ്പോൾ ഇലയാണ് ഞാൻ പിച്ചിട്ടുള്ളത്. നന്നായിട്ട് ഞെവടി എടുക്കുക. അപ്പോൾ ഇങ്ങനെ ഞെവടി എടുക്കുമ്പോൾ നമുക്കത് അരിപ്പോണ്ട് അരിച്ചിട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് തലയിൽ തേച്ചിട്ട് നന്നായിട്ട് തല കഴുകിയിട്ട് കുളിക്കാം. എന്നിട്ട് അത് ഫാനിൻ്റെ ചുവട്ടിൽ വെച്ച് നമുക്ക് തലമുടി ഉണക്കം വെയിലത്താ എങ്ങനെയാണെന്ന് വെച്ചാൽ അത് ഉണങ്ങിയെടുക്കാം കേട്ടോ. അപ്പോൾ ഒരാഴ്ചയിൽ ഞാൻ ഈ ആഴ്ച കംപ്ലീറ്റ് ഞാനിത് താളി തേക്കുന്നുണ്ട് തലയിൽ കേട്ടോ. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ.